ഈ ഒരു ബോഡി 98-ൽ നിന്ന് 67-ലേക്ക് വന്ന ഒരു ജേണി ഉണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് ഈ ഷൂട്ട് സ്ട്രക്ക് ആയതുകൊണ്ട് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ അത് കൂടെ ആൾക്കാരുണ്ട്, എന്നാൽ പോലും വളരെ ഒരു അപകടകരമായിട്ടുള്ള ഒരു ഡയറ്റിലേക്ക് കൂടെ ആയിരിക്കും പൊയ്ക്കൊണ്ടിരുന്നത്. അമ്മ എന്ത് പറഞ്ഞു? അമ്മയ്ക്ക് ഓഫ് കോഴ്സ് അത് കാണാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു അമ്മയ്ക്ക് ആ സമയത്ത് തന്നെ. ഞാൻ ഏറ്റവും മെലിഞ്ഞൊരവസ്ഥ എനിക്ക് നിങ്ങൾ സിനിമ കാണുമ്പോഴായിരിക്കും കാണുക. അപ്പോൾ അത് ഈ അമ്മ അവർക്ക് എല്ലാവർക്കും കുറച്ച് കഴിയുമ്പോൾ ചോദിക്കുമല്ലോ, ഭയങ്കരമായിട്ട് മെലിഞ്ഞല്ലോ, മതി ഇത്ര മെലിഞ്ഞാൽ പോരെ, ഇത് ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ, പോരെ. അപ്പോഴും എൻ്റെ മനസ്സിൽ കുറച്ചുകൂടെ പറ്റും, എനിക്ക് കുറച്ചുകൂടെ പുഷ് ചെയ്യാമെന്നുള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ എൻ്റെ പ്രോസസ്സ്, തടി കുറയ്ക്കാൻ ശ്രമിക്കുന്ന പ്രോസസ്സ് തീരുന്നത് മെലിഞ്ഞ പോർഷൻസ് ഷൂട്ട് ചെയ്ത് തീരുന്ന ദിവസമാണ്. അതുവരെ ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴും ഞാനത് പുഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിലെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഒരു പോയിന്റ് കഴിയുമ്പോൾ ഇതിനി മതി, ഇഷ്ടം പോലെ നന്നായിട്ട്. അപ്പോൾ അമ്മ എനിക്കൊന്ന് ബ്ലസ് ചേട്ടനെയൊക്കെ വിളിച്ച് സംസാരിക്കുന്നത്, ബ്ലസ് ചേട്ടൻ എന്നോട് രാജു ഇത് ഓക്കെയാണ് മതി എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ നിർത്തും എന്നൊക്കെ ഉള്ളൊരു പ്രതീക്ഷയിലാണെന്ന് തോന്നുന്നത്. ഈ എപ്പോഴെങ്കിലും നമ്മളെ ഇത് വർക്കൗട്ട് ആവുമോ, നമ്മളെ കൊണ്ട് ഇത് പറ്റുമോ എന്നൊരു ചോദ്യം ഇതിൻ്റെ ഇത്രയും ലോങ് ഇത്രയും വർഷം നീണ്ടപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ടോ ബ്ലസ്സി സാർ? സംശയിച്ചിട്ട് പോലുമില്ല, ഒരിക്കലും സംശയിച്ചിട്ടില്ല. ഓക്കെ. എമ്പുരാൻ്റെ ഒരു എന്തായിരിക്കും നമുക്ക് അപ്ഡേറ്റ് തരാൻ പറ്റുന്നത്? എത്ര പെർസെൻറ്റേജ് ഷൂട്ട് കഴിഞ്ഞാണ് ഇപ്പം? പെർസെൻറ്റേജ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു 20% ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഷൂട്ട് കഴിഞ്ഞാണ്. ഇടയ്ക്കൊരു ഇൻ്റർവ്യൂവിൽ ആയോടും പറഞ്ഞിട്ടുണ്ടായി, ഒരു മുണ്ട് മടക്കി മീശ പിടിച്ച് ഗോഡൗൺ ഫാക്ടറിയിലുള്ള അടി പോലെ ആയിരിക്കില്ല ഈ സിനിമ എന്ന് പറയണ്ടായി. മാസിന്റെ മറ്റൊരു തലവാരിയോ കാണാൻ പോകുന്നത്? അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഇത് തന്നെയാണ് എമ്പുരാനിലും പറഞ്ഞത്, ചെറിയ സിനിമയാണെന്ന്. അല്ല, സത്യസന്ധമായിട്ട് ഞാൻ പറയണത്. കാരണം എന്താ പറയുക, ഈ ഒരു വലിയ വിജയമായ ഒരു സിനിമയുടെ രണ്ടാം ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പം എന്നോട് ആൾക്കാരൊന്നും ഇപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഈ ആൾക്കാരുടെ സങ്കല്പത്തിലെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടല്ലോ, അതല്ല ഞാൻ എടുക്കുന്ന സിനിമ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അപ്പോൾ അത് ഇപ്പം നന്നാവില്ല എന്നുള്ളത് ജനം പറയട്ടെ. മലയാള സിനിമ നമ്മുടെ തന്നെ ഭാഷയിൽ മറ്റുള്ള ആളുകളും കാണണമെന്നാണ് ആഗ്രഹം എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ താങ്കൾ പറയുകയുണ്ടായി. അതുപോലെ തന്നെ സംഭവിക്കട്ടെ, മുന്നോട്ടുള്ള എല്ലാം വിജയമാവട്ടെ, തുടർന്നെല്ലാം പൊന്നാവട്ടെ. താങ്ക് യു സോ മച്ച്.